നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ടിൻഡു കുട്ടപ്പൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊച്ചിയിലും പാചകവാതക പ്രതിസന്ധി രൂക്ഷമാവുന്നു. റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും അടച്ചുപൂട്ടലിന്റെ ഭീഷണി. പാചകവാതക പ്രതിസന്ധി കൊച്ചിയിലും രൂക്ഷമാവുന്നു. റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഹോട്ടൽ ഉടമകളും ജീവനക്കാരും. വിലക്കയറ്റത്തിന് പിന്നാലെ സിലിണ്ടർ ലഭ്യത കുറയുന്നതും നഗരത്തിലെ വീടുകളും പ്രതിസന്ധിയിലാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയാണ് കേരളത്തെയും ബാധിച്ചിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നിഷ്ക്രിയത്വം തുടരുകയാണ്. എന്നാൽ പാചകവാതക പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF നിയമസഭാ മണ്ഡലങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഒമാൻ സർക്കാർ നിർബന്ധിത സമ്പാദ്യ പദ്ധതി ഒരുക്കുന്നു. പ്രവാസി തൊഴിലാളികൾക്ക് സാമ്പത്തിക സുരക്ഷ എന്ന ഉദ്ദേശത്തോടെ ഒമാനിലെ പ്രവാസി തൊഴിലാളികളുടെ സാമ്പത്തിക സുരക്ഷ ലക്ഷ്യമിട്ട് സാമൂഹിക സുരക്ഷാ ഫണ്ട് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു. 2027 മുതൽ പ്രവാസികൾക്കായി നിർബന്ധിത സമ്പാദ്യ പദ്ധതി നടപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ നടപ്പാക്കുന്ന വിവിധ ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ച് വിശദീകരിക്കവെയാണ് സോഷ്യൽ പ്രൊട്ടക്ഷൻ അഫയേഴ്സ് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഷബീബ് അൽ ബുസൈരി പ്രവാസികൾക്കായി നടപ്പാക്കുന്ന നിർബന്ധിത സമ്പാദ്യ പദ്ധതിയെക്കുറിച്ച് വെളിപ്പെടുത്തി. രോഗബാധിതർക്ക് ജോലി ഹാജരാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ വരുമാന സംരക്ഷണം ഉറപ്പാക്കാനാണ് സിക്ക് ലീവ് ഇൻഷുറൻസ് ആരംഭിക്കുന്നത്. പരിക്കുകൾക്ക് 3000 റിയാൽ വരെ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന ഈ പദ്ധതിക്കായി ശമ്പളത്തിന്റെ 1% വിഹിതമായി നൽകേണ്ടത്. UEFA ചാമ്പ്യൻസ് ലീഗ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ റയൽ മാഡ്രിഡിന് തകർപ്പൻ ജയം. വാൽവർദേയ്ക്ക് ഹാട്രിക്. UEFA ചാമ്പ്യൻസ് ലീഗിലെ വമ്പൻ പോരാട്ടത്തിൽ മാഡ്രിഡിന് തകർപ്പൻ ജയം. പ്രീ ക്വാർട്ടറിൽ റയർ എതിരില്ലാതെ 3 ഗോളിന് മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്തു. സാന്റിയാഗോ ബെർണാബ്യൂവിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ റയൽ മാഡ്രിഡിന്റെ ഗോളടിയായിരുന്നു. കിട്ടിയ അവസരങ്ങൾ കളഞ്ഞുകുളിച്ച മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ നായകൻ ഫെഡറിഗോ വാൽവർദേയുടെ ഹാട്രിക് കരുത്തിലാണ് റയലിന് മിന്നും ജയം കരസ്ഥമാക്കാൻ സാധിച്ചത്. സ്കോറിംഗിന് തുടക്കമിട്ടത് 20-ാം മിനിറ്റിലാണ്. കേരളത്തിൽ എയിംസ് അനുവദിക്കാത്തതിൽ കാലതാമസം എന്താണെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതിയുടെ വിമർശനം. ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ കാര്യം ഉന്നയിച്ചത്. നയപരമായ തീരുമാനത്തിന്റെ പേരിൽ മാത്രം കേരളത്തോട് വിവേചനം കാണിക്കരുതെന്നും കോടതി പറഞ്ഞു. രാജ്യത്താകെ 22 എയിംസ് അനുവദിച്ചതിലെ മാനദണ്ഡം എന്തെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരണം. എന്തുകൊണ്ട് കേരളം എയിംസിന് അനുയോജ്യമല്ലെന്ന് കോടതി ചോദിച്ചു. ടോൾ പ്ലാസകളിൽ ഏപ്രിൽ 1 മുതൽ നിരക്ക് വർധനവ്. സേലം കൊച്ചി ദേശീയപാതയുടെ ഭാഗമായി ജില്ലയിലുള്ള 2 ടോൾ പ്ലാസകളിലും നിരക്ക് വർധനവ് നടപ്പാക്കുന്നതിനുള്ള ഉത്തരവ് പുറത്തിറങ്ങി. നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉടൻ എത്തുമെന്ന കണക്കുകൂട്ടലിലാണ് നടപടി. സാധാരണ മാർച്ച് അവസാനത്തോടെയാണ് ഉത്തരവ് എത്താറുള്ളത്. എങ്കിലും ഇത്തവണ നേരത്തെ എത്തി. മാർച്ച് 31-ന് അർദ്ധരാത്രി മുതൽ നിരക്ക് പ്രാബല്യത്തിൽ വന്നേക്കും. 20 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള പ്രദേശവാസികൾക്കുള്ള മാസാന്തര പാസിന് 350 രൂപയായിരുന്നത് 360 രൂപയാക്കി ഉയർത്തി. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.